ഹായ്, നമസ്കാരം. വിഷ്ണുവാണ്. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിത് ഒരു ഓഫ്ഷോർ ഫിഷിങ്ങിന് പോകാനായിട്ടുള്ള യാത്രയിലാണ്. ഏകദേശം ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്നൊരു വലിയ യാത്രയാണ്. അതായത് 3 രാത്രി 3 പകലും നമ്മൾ കടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഡേ 1 കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കടലിലാണ്. നമ്മൾ കരയിൽ നിന്ന് ഏകദേശം ഒരു രാത്രി 12 മണിയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏകദേശം ഒരു 130-135 കിലോമീറ്ററോളം നമ്മൾ ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഫിഷിങ് ചെയ്യുന്ന സ്പോട്ടിൽ എത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിൽ ബോട്ടിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 6 മണി സമയമൊക്കെ ആവുന്നേ ഉള്ളൂ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഏകദേശം നമ്മളൊരു 50-55-60 കിലോമീറ്ററോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ടോ. അപ്പോൾ ഇത്ര നേരം കൊണ്ട് ഇത്ര ദൂരം ട്രാവൽ ചെയ്തെന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെയാണ് പോകുന്നത്. 10 കിലോമീറ്റർ ഓടാനും 10-15 കിലോമീറ്റർ ഒക്കെ ഓടാനായിട്ട് ഏകദേശം 1 മണിക്കൂർ എടുക്കും. കാരണം ചെറിയ സ്പീഡാണ്, ഒത്തിരി സ്പീഡിലും ഇല്ല. പിന്നെ കടൽ ഇതുപോലെ റഫായതുകൊണ്ട് വളരെ അങ്ങനെ ഓവർ സ്പീഡിലൊന്നും പോകാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം കൊണ്ട് ഇത്രയും ദൂരം കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം നമുക്കൊരു 4-5 മണിക്കൂറോളം ബോട്ടിൽ തന്നെ ഇരിക്കും, എന്നാലും നമ്മൾ ഫിഷിങ് ചെയ്യുന്ന സ്പോട്ടിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ട്രോളിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ദൂരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ച് നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മൾ ഈ ഒരു ട്രിപ്പ്. അതായത് കടലിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയി. നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ദിലീപേട്ടനായിട്ട് ഓടിക്കുന്നത്. ദിലീപേട്ടൻ നമ്മുടെ കൂടുതൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ആംഗ്ലറാണ്. അപ്പോൾ നമുക്ക് രാവിലത്തേക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇക്ക റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് നേരം ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല നമ്മൾ ഫിഷ് ചെയ്യുന്ന സ്പോട്ടിലോട്ട് എത്താനായിട്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് എല്ലാവരും എണീറ്റ് രാവിലെ ഫ്രഷായി എല്ലാവരും റോഡും റീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതുകൊണ്ട് കടലിൽ കൂടെ ഒരു ഷിപ്പൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ച കേട്ടോ, ഷിപ്പൊക്കെ പോകുന്നതാണ്. ഒത്തിരി വലിയ ഷിപ്പാട്ടോ, നല്ല ദൂരത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു. ഇനി സ്പോട്ടിൽ ചെന്ന് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ ആദ്യത്തെ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 100 മീറ്ററോളം ഡെപ്തുള്ളൊരു സ്ഥലമാണ്. 100, 80, 90 ആ ഒരു റേഞ്ചിൽ ഡെപ്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ താഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ജിഗിങ്ങാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ അടിക്കുന്നത് ജിഗിങ്ങിലും അതുപോലെ കാസ്റ്റിങ്ങിലും പിന്നെ പോപ്പിങ്ങിലൊക്കെയാണ് മീൻ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജിഗിങ്ങിലാണ്. കാരണം ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ജിഗിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത്ര പോകാൻ ഒന്നും ആയിട്ടില്ല, ഞാൻ വളരെ ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ജിഗിങ് പ്രോപ്പർ അത്ര കറക്റ്റായിട്ടൊന്നുമല്ല ജിഗ് ചെയ്യുന്നത്, എനിക്കറിയാവുന്ന രീതിക്കൊക്കെയാണ് ഞാൻ ജിഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കിൾസ് കൂടെ നിന്ന് പരിചയപ്പെടുത്തരാം. നമ്മൾ ഉപയോഗിക്കുന്ന റീല് ഷിമാനോ സർവോസ 6000 ആണ്. അതുപോലെ തന്നെ ബ്രൈഡ് വന്നിട്ട് നമ്മുടെ മെഗാപ്പയുടെ 55 LBയുടെ ബ്രൈഡായിട്ട് ഉപയോഗിക്കുന്നത്. 55 ഉപയോഗിക്കുന്നുണ്ട്, 40 LB നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോഡ് വരുന്നത് നമ്മുടെ പെന്നിൻ്റെ സ്ലാമർ 2 എന്ന് പറയുന്ന റോഡ്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ജിഗ് എന്ന് പറയുന്നത് മസൂസയുടെ ജിഗായിട്ട് ഉപയോഗിക്കുന്നത്. മസൂസയുടെ ജിഗും മസ്റ്റാർഡിൻ്റെ ബിക്കൊക്കെ അസിസ്റ്റുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് മസൂസയുടെ 120 ഗ്രാമിൻ്റെ ജിഗ് കേട്ടോ. നല്ല റിസൾട്ടാണ്, അതിൻ്റെ ചില കളറിനൊക്കെ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ജിഗിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലാണ്, മീനൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മീൻ വല്ലതും അടിക്കുമല്ലോ എന്നുള്ളത്. കടലിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ജിഗ് ഡ്രോപ്പ് ചെയ്താലും കുറച്ച് ദൂരത്ത് മാറിയിട്ടാണ് ജിഗ് ഡ്രോപ്പ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ജുനൈദ് ബ്രോയ്ക്കാണ് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഖത്തറിൽ നിന്ന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വന്നതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടുത്തെ ജോയിൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ജുനൈദ് ബ്രോയ്ക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മീനായിട്ട് അടിച്ചിരിക്കുന്നത്. എന്ത് മീനാണെന്നുള്ളത് നമുക്ക് വന്നു കഴിയുമ്പോൾ നോക്കാവേ. എന്തായാലും നല്ല മീൻ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ചേട്ടാ ചെയ്യുന്ന നോക്കണം. എടാ ഇത് ചെയ്യുന്നുണ്ടോ? നോക്ക്. അത് തന്നെ താക്ക് റിട്രീവ് ചെയ്യാ, താത്തുക. കണ്ടിട്ട് അതെ
അപ്പോഴത്തേക്കും നമ്മളെ ജുനൈദ് ബ്രോയുടെ മീൻ ബോട്ടിൽ കയറ്റി കേട്ടോ. പക്ഷേ ജുനൈദ് ബ്രോയ്ക്ക് മീൻ അടിച്ച് സെയിം ടൈമിൽ തന്നെ നമ്മൾ രഞ്ജിത്തേട്ടൻ മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രണ്ടുപേരുടെ നടുക്കായതുകൊണ്ട് എനിക്ക് രണ്ടുപേരുടെ വീഡിയോ ഒരുമിച്ച് എടുക്കാൻ പറ്റിയില്ല. രഞ്ജിത്തേട്ടൻ്റെ മീൻ കുറച്ച് ലാൻഡ് ചെയ്യുന്ന കുറച്ച് ഷോർട്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. എന്തായാലും അതുകൂടെ സെറ്റ് 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 കേട്ടില്ലേ കേട്ടില്ലേ എത്ര ആ ഓക്കെ രഞ്ജിത്തേട്ടൻ നമ്പർ ചാക്കി അടിച്ചിരിക്കുന്നു. പിന്നെ അത് കേട്ടോ കൊച്ചുപിടിക്കാൻ കൈ മുറിയല്ലേ. അറിയില്ല അറിയില്ല ഒന്നുമില്ല. ഹായ് വാ ഹായ് വാ എന്താ ചോദിക്കുന്നു പോലെ ആരും അലേഷ അലേഷ എന്തെങ്കിലും പറഞ്ഞു ആരാണ് എന്നെ പറ്റി എന്തോ അപവാദങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. അപ്പുറം അപ്പുറം മേടിക്കുന്നുണ്ട്. വീഡിയോ അയ്യോ രണ്ടും മുങ്ങി. പിടിക്കാൻ അല്ലേ കുറച്ച് കയറി കയറി വന്നാൽ മതി. വേണ്ട ഞാൻ എടുക്കുന്നുണ്ട് വീഡിയോ. ഇങ്ങോട്ട് ഓടിക്കല്ലേ ഇനി അങ്ങോട്ട് അത് പാളി എത്ര കൊണ്ട് കെട്ടിയാ തരാം. രണ്ടു മൂന്ന് മീറ്റർ പോയി എന്റെ ആയിട്ട് പോയി മുടക്കി. ഒരേസമയം 2 മീൻ അടിച്ചുള്ള അവസ്ഥ ഇത്. നടുക്ക് ക്യാമറമാനായി പോയി. അപ്പുറത്തെ മീൻ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പുറത്തെ മീൻ വന്നിട്ടില്ല. അറിയില്ല, എനിക്കൊന്ന് അമലെല്ലാം തോന്നുന്നു. സ്റ്റിക്കിന്റെ എത്തുമ്പോ
ഓക്കെ. അപ്പോൾ നമ്മുടെ തിരുവണ്ണ മീൻ വെച്ച് സെയിം ടൈമിൽ തന്നെ നമ്മുടെ രഞ്ജിത്തേൻ്റെ മീൻ അടിച്ചായിരുന്നു കേട്ടോ. രഞ്ജിത്തേനെ അടിച്ചതൊരു ബ്ലൂ ഫിൻ ട്രവാലി ആയിരുന്നു. അപ്പം രണ്ടുപേർക്കും ഒരേ സമയത്ത് മീൻ അടിച്ച കാരണം നമുക്ക് രണ്ടുപേരെ ഒരേപോലെ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ അതായത് ദിലീപേട്ടൻ്റെ മീൻ ലാൻഡ് ആയിട്ടില്ല, ലാൻഡ് ആവുന്നുള്ളൂ. ഫസ്റ്റ് ബ്ലൂ ഫിൻ ട്രവാലി കളർ നോക്കി, നല്ല നീല കളർ, നല്ല സെറ്റാണ്. നോക്കി കിട്ടുന്ന സാധനം ഇന്ന് കിട്ടണ നല്ല വെറൈറ്റിയാ. സെറ്റായി. നമുക്കൊരു ബ്ലൂഫിൻ ഒറ്റയടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത മീനോട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കിങ്ങല്ലേ ബാഹു. കണ്ടാ മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ കഴിവൊന്നും എഴുതിയുണ്ട അല്ല ഇല്ലല്ല, അതൊന്നും നോക്കണ്ട. സാധനം കിട്ടിയാൽ മതി. ചോദ്യമാണിത്. ചോദ്യമാണ്. പോട്ടെ. യെസ്, പല്ലാൻ. നമ്മളില്ല അപ്പോൾ കുറേ അറിയാതെ ഒക്കെ മാറ്റിക്കോണ്ടി.